ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ആ വീട്ടിലെത്തിയ സന്തോഷത്തിലാണുള്ളത്. ചന്ദ്രികയാണെങ്കിൽ വീട്ടിൽ പുതുതായിട്ട് വന്നതുകൊണ്ട് തന്നെ പാല് കാച്ചാൻ വേണ്ടി ഒരുങ്ങുവാണ്. അപ്പോൾ മഹേന്ദ്രനും മുത്തശ്ശനും സിദ്ധാർത്ഥും ഒക്കെ ഹാളിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവരെല്ലാവരും വീണ്ടും വീണ്ടും ആ വീടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, വീണ്ടും ഈ വീട്ടിൽ വരാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടതല്ല. എന്നാൽ ചന്ദ്രികയാണ് എൻ്റെ ഈ ഒരു ആഗ്രഹം നിറവേറ്റി തന്നത്. അത് കേട്ട സമയത്ത് ആരതിയുടെ മുഖത്ത് കുറച്ചൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, ഞാൻ വരെ എൻ്റെ മരണം വരെ കാശിയിൽ ജീവിക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ചന്ദ്രിക വീണ്ടും എന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതിനെല്ലാം നമ്മൾ ചന്ദ്രികയോട് മരണം വരെ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ആരതിയുടെ മുഖം കാണിക്കുമ്പോൾ അവൾ ആ ഒരു ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവരെല്ലാവരും ചന്ദ്രിക ഇങ്ങനെ പുകഴ്ത്തുന്നത് അവൾക്കൊട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സിദ്ധാർത്ഥനാണെങ്കിൽ ചന്ദ്രിക ഇവരിങ്ങനെ പുകഴ്ത്തുന്നത് കേട്ടിട്ട് സന്തോഷം കൊണ്ട് ഭയങ്കര അഭിമാനം തോന്നുവാണ്. മലരനും അതുപോലെ തന്നെ അവളുടെ അമ്മയെക്കുറിച്ച് പുകഴ്ത്തുന്നത് കേട്ടപ്പോൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ആരതിക്ക് മാത്രമാണ് ചന്ദ്രികയോടുണ്ടായിരുന്ന ദേഷ്യമുള്ളത്. അതേസമയം അടുക്കളയിലാണെങ്കിൽ ലക്ഷ്മിയും ചന്ദ്രികയും കൂടി പാല് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. പാല് തിളച്ച് പൊങ്ങുന്ന കണ്ടപ്പോൾ ലക്ഷ്മി സന്തോഷത്തോടെ പറയുന്നുണ്ട്, ചന്ദ്രിക, പാല് തിളച്ച് പൊങ്ങി. പാല് തിളച്ച് മറിഞ്ഞത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്കും ഒത്തിരി സന്തോഷമാണ്. കാരണം അവളുടെ കൈകൊണ്ടാണ് ഈ ഒരു വീടിൻ്റെ പുതിയൊരു പാല് കാച്ചൽ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. പാല് തിളച്ച് പൊന്തിയപ്പോൾ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, മുത്തശ്ശനും സിദ്ധാർത്ഥിനും അതുപോലെ അച്ഛനും മലറിനും ഒക്കെ കൊണ്ടുപോയി പാല് കൊടുക്കാം. ശരി അമ്മ എന്ന് പറഞ്ഞ് അവർക്കൊക്കെ വേണ്ടി ചന്ദ്രിക പാല് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അവരൊക്കെ ഹാളിൽ നല്ല തകൃതിയായ സംസാരത്തിലാണ്. അവരുടെ അടുത്തേക്ക് ട്രേയിൽ പാലുമായിട്ട് ചന്ദ്രിക വന്നിട്ടുണ്ട്. ആദ്യം മുത്തശ്ശനും പിന്നീട് അച്ഛനും സിദ്ധാർത്ഥിനും മലറിനും ഒക്കെ പാല് കൊടുത്തു. ലക്ഷ്മിയോടും അവിടെ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ ലക്ഷ്മിയും ഒരു ഗ്ലാസ് പാലെടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവസാനമാണ് ആരതിയുടെ അടുത്തേക്ക് പോകുന്നത്. ആരതിയോട് പാലെടുക്കാൻ പറഞ്ഞ സമയത്ത് ആരതിക്ക് വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് അവൾ നിൽക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അത് പ്രകടിപ്പിക്കാതെ ആരതി വേഗം പാലിൻ്റെ ഗ്ലാസ് എടുക്കുകയാണ്. പക്ഷേ ചന്ദ്രികയ്ക്ക് ആരതിയുടെ ആ ഒരു മുഖഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൾക്ക് തന്നോട് ദേഷ്യമുണ്ടെന്ന്. എല്ലാവരും ചന്ദ്രിക കൊണ്ടുവന്ന് കൊടുത്ത പാല് നിറഞ്ഞ മനസ്സോടെ കുടിക്കുകയാണ്. പക്ഷെ ആരതി മാത്രം വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഉള്ളത്. അപ്പോൾ മുത്തശ്ശൻ ആരതിയോട് പറയുന്നുണ്ട്, മോളെ ആരതി, എന്താ മുത്തശ്ശ, നീ പോയി നിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു വാ. ശരി മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ആരതി ജാനകിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കി എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഹാളിൽ ഇരിക്കുന്നത്. അതേസമയം മേഘയും അതുപോലെ തന്നെ പ്രിയയും കൂടി അവളുടെ മുറിയിലാണുള്ളത്. മേഘയാണെങ്കിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ, ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് അമ്മ പോവുക? അപ്പോൾ മേഘ ദേഷ്യത്തോടെ കുട്ടിയോട് പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ മുത്തശ്ശൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതല്ലേ അമ്മ മുത്തശ്ശൻ്റെ വീട്? കരഞ്ഞുകൊണ്ട് പ്രിയ ചോദിക്കുകയാണ്. ഈ മുത്തശ്ശൻ്റെ വീടിനെ കുറിച്ചല്ല പറഞ്ഞത്, ശരവണ മുത്തശ്ശൻ്റെ വീടിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പ്രിയ വാശിയോടെ കരഞ്ഞോട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല, എനിക്ക് ഈ വീടാണ് ഇഷ്ടം, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. പറഞ്ഞാൽ കേക്ക്. മേഘക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ വരില്ല. പ്രിയ വാശി പിടിക്കുന്നത് കേട്ടപ്പോൾ മേഘക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നിട്ട് പ്രിയയെ തല്ലിയിട്ട് പറയുന്നുണ്ട്, എന്താ വാശി പിടിക്കുന്നത്? എന്താ ഇത്ര ഓവറായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ? അമ്മ തല്ലിയപ്പോൾ പ്രിയ പിന്നെ ഒന്നും മിണ്ടാതെ തല്ലിയ സ്ഥലത്ത് കൈവച്ചിട്ട് കരയുവാണ്. അപ്പോൾ മേഘ കുട്ടിയോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇനി നമുക്ക് നിൽക്കാൻ പറ്റില്ല, ശരവണ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോവാം, പറയുന്നത് കേൾക്ക്, വാ. പിന്നീട് കൂടുതലായിട്ടൊന്നും പറയാതെ തൻ്റെ സ്കൂൾ ബാഗ് എടുത്ത് ചുമലിലിട്ടിട്ട് മേഘയ്ക്കൊപ്പം പ്രിയ നടക്കുവാണ്. മേഘയാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തോടെയാണ് പ്രിയയോട് സംസാരിക്കുന്നത്. പ്രിയ കരഞ്ഞുകൊണ്ടാണ് കൂടെ പോകുന്നത്. അതേസമയം ഹാളിൽ ചന്ദ്രികയും ലക്ഷ്മിയും സിദ്ധാർത്ഥവും മഹേന്ദ്രനും മുത്തശ്ശനും ഒക്കെ കൂടി ഇരുന്ന് നല്ല സംസാരത്തിലാണ്. അവരെല്ലാവരും ഹാപ്പി മൂഡിലാണ്. അപ്പോഴാണ് മുകളിൽ നിന്നും മേഘയും പ്രിയയും കൂടി ഇറങ്ങി വരുന്നത്. പ്രിയ കരഞ്ഞുകൊണ്ട് ഇത് തന്നെ ആവർത്തിച്ച് പറയാണ്, അമ്മ വേണ്ട അമ്മ, പോവണ്ട അമ്മ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം അമ്മ. പക്ഷെ മേഘയാണെങ്കിൽ കട്ടായം പിടിച്ച് പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞില്ലേ ഇനി നമ്മൾ ഇവിടെയല്ല താമസിക്കുന്നതെന്ന്, മര്യാദയ്ക്ക് വരാൻ നോക്ക്. ആദ്യം തന്നെ ചന്ദ്രികയാണ് കാണുന്നത് മേഘ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് താഴേക്ക് വരുന്നത്. അപ്പോൾ മേഘ കുഞ്ഞിനോട് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്, നിന്നോട് വരാനല്ലേ പറഞ്ഞത്, വാടി ഇവിടെ. അപ്പോൾ ചന്ദ്രിക അമ്മയോട് പറയുന്നുണ്ട്, അമ്മ, മേഘയോട് പോവണ്ടെന്ന് പറയാമ്മ. അപ്പം എല്ലാവരും മേഘയും കുഞ്ഞും വരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നോക്കുന്നത്. എനിക്കിവിടെ നിന്നാൽ മതി അമ്മ, പോവണ്ട അമ്മ. പ്രിയ കരഞ്ഞുകൊണ്ട് പറയാണ്. മേഘയാണെങ്കിൽ വാശിയോടെ പിടിച്ച് വലിച്ചിട്ടാണ് കുട്ടിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ ചന്ദ്രിക മുത്തശ്ശനോടും പറയുന്നുണ്ട്, മുത്തശ്ശ. അപ്പോൾ സിദ്ധാർത്ഥും പറഞ്ഞു കൊടുക്കുകയാണ്, മുത്തശ്ശ, മേഘ. എല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോൾ മേഘ അവിടെ ഒന്ന് സ്റ്റെക്കായിട്ട് നിൽക്കുവാണ്. എല്ലാവരെയും അവൾ മാറി മാറി നോക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ മുഖത്താണെങ്കിൽ സങ്കടമാണ് അവിടുന്ന് പോവേണ്ടത് ആലോചിച്ചിട്ട്. എല്ലാവരും മേഘയെ തന്നെ നോക്കി നിൽക്കുവാണ്, മേഘയാണെങ്കിൽ അവരെയും. അപ്പോൾ ചന്ദ്രിക വീണ്ടും അമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്, അമ്മ പറയമ്മ. അപ്പോഴേക്കും ലക്ഷ്മി എഴുന്നേറ്റിട്ട് മേഘയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, മേഘ,
എങ്ങോട്ടേക്കാണ് നീ പോകാൻ പോകുന്നത്? എങ്ങോട്ട് പോയാലും നിങ്ങൾക്കെന്താ? മേഘ തല ഉയർത്താതെയാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് എത്ര വലിയ ദ്രോഹം ചെയ്താലും, ഞങ്ങൾക്ക് ക്ഷമിക്കാനാവാത്ത ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും ചന്ദ്രികയുടെ വലിയ മനസ്സുകൊണ്ട് നിന്നോട് ഈ വീട്ടിൽ തന്നെ താമസിക്കാനാണ് ചന്ദ്രിക പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേഘ ഇങ്ങനെ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. സിദ്ധാർത്ഥിനും ചന്ദ്രികയുടെ ആ ഒരു വലിയ മനസ്സിന് സമ്മതം തന്നെയായിരുന്നു. അപ്പോൾ ലക്ഷ്മി മേഘയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചന്ദ്രിക ജീവിക്കാനേ പാടില്ല, നശിച്ചു പോവണമെന്ന് ആഗ്രഹിച്ചവളാണ് നീ. എന്നാൽ നീ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് നീ ചെയ്ത തെറ്റുകൾ തിരുത്തി ഒന്നുകൂടി ജീവിക്കാൻ നിനക്ക് വീണ്ടും അവസരം തരികയാണ്. മേഘ വീണ്ടും ചന്ദ്രികയെ നോക്കുന്നുണ്ട്. ചന്ദ്രിക ഒന്നും പറയാതെ മേഘയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇനിയും ചന്ദ്രികയിൽ നിന്നും പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. എല്ലാവരും മേഘയെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് മേഘ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, എനിക്ക് ആരെടുത്തു നിന്നും ഒന്നും പഠിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. മേഘയുടെ അഹങ്കാരം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ തന്നെ അവിടെ കൂടി നിന്ന് എല്ലാവർക്കും മനസ്സിലായി മേഘയെ ഒരിക്കലും തിരുത്താൻ സാധിക്കില്ല എന്നുള്ളത്. മഹേന്ദ്രനും മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ തലയും ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിനും അതേ അവസ്ഥയിൽ തന്നെയാണുള്ളത്. മേഘയോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇനി ഞാൻ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ്. മഹേന്ദ്രനും മുത്തശ്ശനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേഘയോട് യാതൊരു തരത്തിലുള്ള സഹതാപവും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെയും ചന്ദ്രികയ്ക്കും ലക്ഷ്മിക്കും തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കുട്ടികളായിരിക്കുമ്പോൾ എല്ലാ കുട്ടികളും നല്ലത് തന്നെയാണ്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ വളർത്തുന്നതിലൂടെയാണ് ഒരു കുട്ടി നല്ല കുട്ടിയായും മോശം കുട്ടിയായും വളരുന്നത്. മഹേന്ദ്രനും സിദ്ധാർത്ഥവും ഒക്കെ ലക്ഷ്മി പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി സങ്കടത്തോടെ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ആയതിൽ ഞങ്ങളും ഒരു കാരണക്കാർ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ നിന്നെ ഞങ്ങൾ ശിക്ഷിച്ച് വളർത്തിയിരുന്നെങ്കിൽ ഇത്രയും വളർന്നതിന് ശേഷം നീ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യില്ലായിരുന്നു. മേഘ, ഇനിയെങ്കിലും തിരുത്തി നന്നായി ജീവിക്കാൻ ശ്രമിക്ക്. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവേണ്ട, പ്രിയയുടെ കൂടെ നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം. പ്രിയ പ്രതീക്ഷയോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുവാണ്. എല്ലാവരും മേഘയുടെ ആ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട ലക്ഷ്മി. അപ്പോൾ മേഘയും മുത്തശ്ശനെ നോക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, മേഘ ഈ വീട്ടിൽ താമസിക്കാനുള്ള അർഹത നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അവൾ എന്ന് നന്നായി വളർത്തിയ നിങ്ങളെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയോ അന്ന് തന്നെ നിങ്ങളുടെ മകൾ എന്ന സ്ഥാനത്ത് നിന്ന് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ മേഘ മുത്തശ്ശനെ ഇങ്ങനെ ഞെട്ടലോടെ നോക്കുവാണ്. പിന്നീട് മേഘ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി വന്ന സമയത്ത് എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുകയാണ്. എല്ലാവരെയും നോക്കിയതിന് ശേഷം തലതാഴ്ത്തിക്കൊണ്ട് മുത്തശ്ശിയും പറയുന്നുണ്ട്, ഞാനും മേഘയുടെ കൂടെ ഈ വീട്ടിൽ നിന്നും പോകുവാണ്. അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ തലതാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് മാലതി മുത്തശ്ശി പറയുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ആരും ഒന്നും മിണ്ടാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ മേഘ ഇതേപോലെ നശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അത് നീയാണ്. മുത്തശ്ശി തലതാഴ്ത്തി നിൽക്കുകയാണ്. മേഘ മുത്തശ്ശിയെ നോക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മഹേന്ദ്രനും ലക്ഷ്മിയും നിന്നെ ഒറ്റൊരാളെ വിശ്വസിച്ചാണ് മേഘയെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. എന്നാൽ നീ ഇവർക്ക് രണ്ടുപേർക്കും എതിരായി ശത്രുവായിട്ടാണ് അവളെ വളർത്തിക്കൊണ്ടുവന്നത്. അവരെ രണ്ടുപേരെയും അവളുടെ ശത്രുവായിട്ടാണ് അവൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ മുത്തശ്ശി ഒന്നും പറയുന്നില്ല, കാരണം അതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ എന്താണോ വിതച്ചത് അതേ നമുക്ക് കൊയ്യാൻ സാധിക്കുള്ളൂ. നീ പാപത്തെയാണ് വിതച്ചത്, ഇപ്പം നീ പാപത്തെ കൊയ്യുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല, കാരണം ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അവിടെ കൂടി നിൽക്കുന്ന മേഘ ഉൾപ്പെടെ എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മേഘ ചെയ്ത തെറ്റിന് ഇപ്പം നീയും കൂടി ചേർന്നിട്ടാണ് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്. മേഘയും മുത്തശ്ശിയൊന്നും ഒന്നും പറയുന്നില്ല. അവരെല്ലാവരും തലതാഴ്ത്തി നിൽക്കുകയാണ്. അല്പസമയത്തിന് ശേഷം മേഘ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി സമയമായി, വാ പോവാം. ശരി മേഘ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ബാഗ് എടുത്തിട്ട് ആദ്യം തന്നെ ഇറങ്ങുവാണ്. വാടി എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ കൈ പിടിച്ചിട്ട് മേഘ ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും പ്രിയ വീണ്ടും വാശിയോടെ പറയാണ്, അമ്മ ഞാൻ വരില്ല അമ്മ. നിന്നോട് വരാനാ പറഞ്ഞത്. ഇല്ല അമ്മ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയ ഇങ്ങനെ വാശി പിടിച്ചിട്ട് കൈ വിടുവിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മേഘയാണെങ്കിൽ കൂടുതൽ ശക്തിയോടെ പ്രിയയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. നിന്നോട് വരാനാ പറഞ്ഞത്. അവിടെ കൂടി നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം അത് മേഘയുടെ കുഞ്ഞാണ്. ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് എത്ര കരഞ്ഞിട്ടും മേഘ കേൾക്കുന്നേയില്ല. മേഘ പിടിച്ച് വലിച്ചിട്ടാണ് കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നത്. അവർക്കൊക്കെ സങ്കടമാവുന്നുണ്ടായിരുന്നു പ്രിയയുടെ ആ ഒരു കാര്യം കാണുമ്പോൾ. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു.
മേഘ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് വലിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അവർ മേഘയോട് നിൽക്കാൻ പറഞ്ഞെങ്കിലും മേഘ കേൾക്കുന്നില്ല. പക്ഷെ പിന്നീട് മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്, മേഘ. ആ സമയത്താണ് മേഘ അവിടെ നിന്നിട്ട് അവരെല്ലാവരും വീണ്ടും നോക്കുവാണ്. അപ്പോൾ മുത്തശ്ശൻ നടന്നിട്ട് മേഘയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ നിനക്ക് വേണ്ടി പറയുന്നതല്ല, നിന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന പ്രിയമോൾക്ക് വേണ്ടിയും മാലതിക്ക് വേണ്ടിയുമാണ് ഞാനിത് പറയുന്നത്. മേഘ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. അവർ രണ്ടുപേരും പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ബിസിനസ്സിൽ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ നീ പുറത്തു പോയി കഷ്ടപ്പെടുന്നത് ഈ ത്യാഗരാജൻ്റെ കുടുംബത്തിന് തന്നെ അപമാനകരമാണ്. എല്ലാവരും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും വർഷം നിന്നെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ആ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ അവസാനമായിട്ട് നിനക്ക് ഒരു അവസരം കൂടി തരാം. മഹേന്ദ്രനെയും ലക്ഷ്മിയെയും നീ ഈ വീട് വിട്ട് പുറത്തേക്ക് അയച്ചപ്പോൾ അവരേത് വീട്ടിലാണോ താമസിച്ചത് അവിടെ നീ, പ്രിയ, മാലതി 3 പേരും പോയിട്ട് താമസിച്ചോളൂ. മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ട് മേഘ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മാലതി മുത്തശ്ശി മേഘയോട് പറയുന്നുണ്ട്, മേഘ, ഇദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് ആ വീട്ടിൽ പോയാലോ? മേഘ മറുത്തൊന്നും പറയാതെ അവൾ അല്പം മുമ്പ് നടന്നൊരു ഫോൺ സംഭാഷണം ആലോചിക്കുകയാണ്. അവൾ അവളുടെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് മാറാനാണല്ലോ തീരുമാനിച്ചിരുന്നത്. ആ സമയത്ത് അവൾ അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, ചന്ദ്രിക ഞങ്ങൾ താമസിക്കുന്ന വീട് ലേലത്തിലെടുത്തു. ഇനി ഞങ്ങൾക്കിവിടെ താമസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനും പ്രിയയും മാലതി മുത്തശ്ശിയും മനോഹരൻ അമ്മാവനും എല്ലാവരും ചേർന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? ഇത്രയും പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സ്ഥലം ഉണ്ടാവുമോ? നീയും പ്രിയയും വേണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. പക്ഷേ മനോഹരനും മുത്തശ്ശിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല മോളെ. ഇത് വളരെ ചെറിയ വീടാണ്, അത് നിനക്ക് തന്നെ അറിയുന്നതല്ലേ മോളെ. അപ്പോൾ മേഘ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഈ പറയുന്നത്? മാലതി മുത്തശ്ശിയെയും മനോഹരൻ അമ്മാവനെയും എങ്ങനെയാണ് ഞാൻ ഒഴിവാക്കുക? വരുവാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് വരിക. അല്ലാത്ത പക്ഷം ഞാൻ മറ്റെവിടെയെങ്കിലും പോയി വാടകയ്ക്ക് വീട് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ കോള് കട്ട് ചെയ്യാണ്. മേഘ അവിടെ നിന്നിട്ട് അവളുടെ അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാലതി മുത്തശ്ശി അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ മേഘ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? മുത്തശ്ശനോട് ശരിയെന്ന് പറ. നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ അഹങ്കാരത്തോടെ നിൽക്കുന്നത്? നമുക്ക് ആ ചെറിയ വീട്ടിൽ പോയി താമസിക്കാം, നീ പറ. അപ്പോൾ മേഘ മാലതി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ആ ചെറിയ വീട്ടിൽ താമസിക്കാൻ തയ്യാറാണ്. നിങ്ങൾ തന്നെ ആ ചെറിയ വീടിൻ്റെ ചാവി വാങ്ങിക്കോളൂ. എല്ലാവരും മേഘയുടെയും മാലതി മുത്തശ്ശിയുടെയും മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി, ഞങ്ങൾ ആ ചെറിയ വീട്ടിൽ താമസിച്ചോളാം, താക്കോല് തരൂ എന്ന് പറഞ്ഞ സമയത്ത് ലക്ഷ്മി ചന്ദ്രികയോട് താക്കോലിന് ചോദിക്കുകയാണ്. താക്കോല് സിദ്ധുവിൻ്റെ കയ്യിലായിരുന്നു. ചന്ദ്രിക താക്കോല് സിദ്ധുവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് മേഘയുടെയും മുത്തശ്ശിയുടെയും അടുത്ത് പോയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരെയും നോക്കുമ്പോഴും മേഘ അഹങ്കാരത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം ഒരു വീട്ടു ജോലിക്കാരിയാക്കിയിട്ടുണ്ടായിരുന്ന ചന്ദ്രിക വീണ്ടും അവർക്ക് മുന്നിൽ ഒരു രാജ്ഞിയെ പോലെ വന്ന് നിൽക്കുവാണ്, അതും ഈ വീട് പിടിച്ചെടുത്തുകൊണ്ട്. എന്നിട്ട് താക്കോല് അവർക്ക് നേരെ നീട്ടുന്നതും ചന്ദ്രിക തന്നെയാണ്. മുത്തശ്ശിക്ക് നേരെ തന്നെയാണ് ചന്ദ്രിക താക്കോല് കൊടുക്കുന്നത്. ഇന്നാ മുത്തശ്ശി. അവളുടെ കയ്യിൽ നിന്നും ആ താക്കോല് വരെ വാങ്ങിക്കേണ്ടി വന്നത് ഒരു ഗതികേടായിട്ടാണ് അവർക്ക് തോന്നുന്നത്. മഹേന്ദ്രന് പക്ഷേ അതുപോലും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാളുടെ മുഖത്ത് നല്ല നീരസം തന്നെയാണ്. അപ്പോൾ താക്കോല് വാങ്ങിയിട്ടും മേഘയും മുത്തശ്ശിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിയയുടെ അടുത്ത് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയാണ് ചന്ദ്രിക സംസാരിക്കുന്നത്. പ്രിയക്കുട്ടി, ഇത് മോളുടെ മുത്തശ്ശൻ്റെ വീടാണ്. മോൾക്ക് എപ്പോൾ വേണേലും ഇങ്ങോട്ടേക്ക് വരാം, മലറിൻ്റെ കൂടെ കളിക്കാം, മനസ്സിലായോ? പ്രിയ സന്തോഷത്തോടെ തലയാട്ടുവാണ്. അപ്പോൾ ചന്ദ്രിക അവളുടെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മേഘയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. മേഘ പറയുന്നുണ്ട്, മതി, സംസാരിച്ചത് മതി, വാ പോവാം എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. മേഘ പിടിച്ച് വലിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടി വീണ്ടും വാശി പിടിച്ച് കരയാണ്. ഞാൻ വരില്ല, വാടി എന്നും പറഞ്ഞിട്ട് മേഘ അവളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴും മാലതി മുത്തശ്ശി ചന്ദ്രികയെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ്. മേഘയുടെ ആ ഒരു സ്വഭാവവും മാലതി മുത്തശ്ശിയുടെ ആ ഒരു നോട്ടമൊക്കെ കണ്ടപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇവരൊന്നും എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന്. മുത്തശ്ശനാണെങ്കിലും അവരോട് വലിയൊരു മമതയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മഹേന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രികയും ലക്ഷ്മിയൊക്കെ അനുഭവിച്ച ജീവിതം അവർ കൂടി അനുഭവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്.
അപ്പോഴും മുത്തശ്ശി അവിടെ നിന്നുകൊണ്ട് ചന്ദ്രികയെ നോക്കിക്കൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ ഈ വീട് വിട്ട് പറത്തിച്ചു അല്ലേ, പക്ഷേ തിരിച്ച് ഞങ്ങൾ ഈ വീട്ടിലേക്ക് തന്നെ വരും. അവർ വലിയൊരു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും ബാക്കിൽ നിന്ന് മനോഹരം വിളിക്കുന്നുണ്ട്, ചേച്ചി 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 ചേച്ചി, എന്താ ചേച്ചി എന്നെ ഇവിടെ ഇട്ടിട്ട് പോകുന്നത്, ഞാനും വരുന്നു ചേച്ചി. മനോഹരം ഓടുന്ന ഓട്ടത്തിൽ നേരെ പോയി വീണത് മുത്തശ്ശൻ്റെ കാൽക്കീഴിലായിട്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ചമ്മലായിട്ടുണ്ട്, കാരണം അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ പോയിട്ട് കൃത്യമായിട്ട് വീണത് കണ്ടിട്ട്. മുത്തശ്ശനാണെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എഴുന്നേക്കടാ. സിദ്ധുവിനൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു മനോഹരൻ്റെ ആ ഒരു കിടപ്പ് കണ്ടിട്ട്, ഇവനെ കൊണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നാണം കെടുത്താതെ എണീറ്റ് വാ. അപ്പോൾ നിലത്തിരുന്നുകൊണ്ട് തന്നെ മനോഹരൻ ചിന്തിക്കുകയാണ്, അയ്യയ്യോ ഇവരുടെ മുന്നിൽ തന്നെയാണല്ലോ വന്ന് വീണിട്ടുള്ളത്, എങ്ങനെയാണോ ഒന്ന് രക്ഷപ്പെടുക. എന്നിട്ട് മനോഹരൻ എഴുന്നേറ്റപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്? അത് വേറൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിച്ചതാ. ഓ, അനുഗ്രഹം വാങ്ങിയതാണോ? അനുഗ്രഹമല്ല നിനക്ക്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞപ്പോഴേക്കും മനോഹരൻ ഓടുകയാണ്, ചേച്ചി ചേച്ചി ഞാനും ഇതാ വരുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അയാളെയും കൂട്ടിക്കൊണ്ട് വേഗം പുറത്തേക്ക് പോകുന്നുണ്ട്. അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ലക്ഷ്മി കരയുവാണ്. അപ്പോൾ മഹേന്ദ്രൻ വന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ലക്ഷ്മി, നിനക്ക് വല്ലാത്ത സങ്കടമുണ്ടല്ലോ, എന്തിനാ? നിന്റെ വളർത്തുമകള് ഈ വീട് വിട്ട് പോയതുകൊണ്ടാണോ? ലക്ഷ്മി അതിന് മറുപടി ഒന്നും പറയാതെ കരയുവാണ്. അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛൻ ആ ചെറിയ വീട്ടിൽ മേഘയോട് താമസിക്കാൻ പറഞ്ഞത് മേഘയ്ക്ക് വേണ്ടിയല്ല, പ്രിയയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോഴും ഞാൻ പറയാം, ഒരു കാലത്തും ഞാൻ മേഘയ്ക്ക് മാപ്പ് കൊടുക്കില്ല. മഹേന്ദ്രൻ തീർത്ത് പറയുകയാണ്. അത് കേട്ടിട്ട് ലക്ഷ്മി കരയുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.